Oxford Academy. Tuition for SSLC 9th Standard. Regular and holiday batches. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ്. മക്കളെ, നമ്മുടെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ ഹിന്ദിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഗർ പേഡ് ഓർ താരേ കി യാദ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നമ്മുടെ ഒരു സുഹൃത്ത്, അതായത് ഒരു ഭായി ഉണ്ടല്ലടാ, ഒരു ആങ്ങള, അവർ ആങ്ങളെയും പെങ്ങളെയും കൂടി എന്ത് ചെയ്യുന്നു, ഫിൻലാൻഡിൽ നടന്ന യുദ്ധത്തിൽ അവരുടെ നാടും വീടൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ട് അവർ മറ്റൊരു ദേശത്ത് എത്തിപ്പെടുന്നതും, അതുപോലെ തന്നെ പിന്നെ കുറെ വളർന്നു വലുതായതിനു ശേഷം അവർക്ക് അച്ഛനെയും അമ്മയെയും തങ്ങളുടെ നാടൊക്കെ കാണാനുള്ള പൂതിയിൽ അവർ തിരിച്ചു വന്നിട്ട് അവസാനം ചില ക്ലൂകളുടെ അടിസ്ഥാനത്തിൽ, എന്തൊക്കെയാ ക്ലൂസ്? അവരുടെ വീടിനടുത്തൊരു മരമുണ്ട്, ആ മരത്തിൽ 2 പക്ഷികൾ പാട്ട് പാടാറുണ്ട്, അതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ ഒരു നക്ഷത്രം ഇങ്ങനെ ഉദിച്ചു നിൽക്കും. ഇതൊക്കെയാണ് അവർക്ക് ആകെ ഓർമ്മയുള്ള കാര്യം അല്ലെ. അതൊക്കെ ഓർമ്മ വന്നിട്ട് ആ ഒരു ക്ലൂ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ വീട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഫിൻലാൻഡിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ആ സ്റ്റോറിയിലെ ഈ ആങ്ങളെയും പെങ്ങളെയും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതാണ് അല്ലെ. 6 വയസ്സും 8 വയസ്സും പ്രായം ഉണ്ടാവുന്ന സമയത്താണ് ഈ ചേട്ടനും അനിയനും കൂടി രക്ഷപ്പെടുന്നല്ല അവർ നാട് വിട്ടു പോകുന്നത്. പക്ഷേ തിരിച്ചെത്തുമ്പോൾ അവർ വളരെ വലിയ പ്രായക്കായി വലിയ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും ഈ ആങ്ങളയുടെ, അതായത് ഈ ഒരു ഭായിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പൊ ഭായിക്ക് ചരിത്ര ടിപ്പണി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്താൽ മതി. ഇത് ചോദ്യമാണ്. കഹാനിക്ക് ഭായിക്ക് ചരിത്ര ടിപ്പണി ലിഖേ, അതായത് ചരിത്ര ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ക്യാരക്ടർ സ്കെച്ച് ആട്ടോ, ചരിത്ര വിശേഷത എന്നൊക്കെ പറയും. അപ്പൊ എന്തായാലും ഭായിക്ക് ചരിത്ര ടിപ്പണി എന്നൊരു ഹെഡിങ് കൊടുക്കുക, 1/2 മാർക്ക് അതിന് കിട്ടും. അതിനുശേഷം നമുക്ക് എഴുത്തുകാരനൊക്കെ പരിചയപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഈ കവിതയുടെ ആശയൊക്കെ എന്ന പോലെ തന്നെ പരിപാടി, എന്നിട്ട് ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ എഴുതുക. അപ്പൊ ഇത് കുറച്ച് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു 5-6 സെന്റൻസ് എങ്കിലും പഠിച്ചു വെക്കുക, എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. സോ നോക്ക്, ഹിന്ദി സാഹിത്യ की प्रसिद्ध कहानीकार श्री मंगलेश डबराल जी की सुंदर कहानी घर पेड़ और तारे की याद का मुख्य पात्र है भाई. അതായത് ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ കഥാകൃത്തായിട്ടുള്ള, കഹാനികർ എന്ന് പറഞ്ഞാൽ കഥാകാരൻ അല്ലെ, കഥാകൃത്തായിട്ടുള്ള ശ്രീ മംഗ്ലേഷ് ഡബ്രാൽ ജിയുടെ ഒരു പ്രധാനപ്പെട്ട കഥ അല്ലെങ്കിൽ പ്രധാന കഥയായിട്ടുള്ള ഗർ പേഡ് ഓർ താരേ കി യാദ് എന്ന കഥയിലെ മുഖ്യ പാത്രം, പ്രധാന കഥാപാത്രമാണ് നമ്മുടെ ഭായി. വോ ബഹുത്ത് ബഹാദൂർ ഹിമ്മത്ത് വാലി, ബഹാദൂർ കഴിഞ്ഞൊരു കോമ കേട്ടോ, ഹിമ്മത്ത് വാലി ഓർ ആത്മവിശ്വാസിയിൽ എടുക്കാഹേ. അപ്പൊ അവൻ വളരെ ധൈര്യശാലിയും, ഹിമ്മത്ത് എന്നൊക്കെ പറഞ്ഞ ധൈര്യശാലി കേട്ടോ, അതേപോലെ ആത്മവിശ്വാസമുള്ളവനുമായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്. ദെൻ വഹ് വർഷവും പഹലെ युद्ध में गोई अपनी जमीन पर लौटना और अपने माता पिता को मिलना चाहता है. അവന് വർഷങ്ങൾക്ക് മുമ്പ്, വർഷവും പഹലെ എന്നാ പറഞ്ഞ, വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധമേ ഗോയി, യുദ്ധത്തിൽ നഷ്ടപ്പെട്ട, ഖോന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നർത്ഥം, നഷ്ടപ്പെട്ട തന്റെ ഭൂമി, ജമീൻ എന്ന് പറഞ്ഞാൽ മണ്ണ് അല്ലെങ്കിൽ ദേശം, തന്റെ ദേശവും അതേ ദേശത്തിലേക്ക് ലൗട്ട്ന തിരിച്ചു വരാനും, അതുപോലെ തന്നെ അപ്പനെ മാതാപിത തങ്ങളുടെ അച്ഛനെയും അമ്മയൊക്കെ കാണാനൊക്കെ ആഗ്രഹിക്കുകയാണ്. ദെൻ വോ അപ്പനി ചോട്ടി ബഹൻ കോ ബഹുത്ത് പ്യാർ കർത്താ ഹെ, അവൻ അവന്റെ ചെറിയ സഹോദരിയെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. ദെൻ घर लौटते समय वह अपने बहन के हिम्मत बांधकर और संभालकर आगे बढ़ता है. അവന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ചെറിയ കുട്ടി, അവന്റെ പെങ്ങള് ചിലപ്പോ ഒക്കെ സങ്കടപ്പെടുന്നുണ്ട്, ബേജാറാവുന്നുണ്ട്, നമുക്ക് വീട് കണ്ടുപിടിക്കാൻ കഴിയോ, നമുക്ക് വഴിതെറ്റി പോവെന്നൊക്കെ പറയുന്ന സമയത്ത് പെങ്ങൾക്ക് ഹിമ്മത്ത് ബാദ്കർ എന്ന് പറഞ്ഞാൽ ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്, उसको अपने घर के आंगन में गड़े सनोवर का पेड़, അതേപോലെ തന്നെ उस पर हर सुबह बैठकर गाते 2 पक्षी और रात में उस पेड़ की शाखाओं के बीच से देखता चमकीला तारा सभी बहुत याद है. അപ്പൊ നമ്മുടെ ഈ കുട്ടിക്ക് അവന്റെ വീടിന്റെ ആംഗന്മേം, മുറ്റം എന്നാണ് ആംഗന്റെ അർത്ഥം, മുറ്റത്ത് ഗഡെ, മുറ്റത്ത് നിൽക്കുന്ന ഒരു സനോവർ കാ പേട്, സനോവർ എന്ന് പറഞ്ഞാൽ പൈൻമരം കേട്ടോ. അപ്പൊ അവന്റെ വീടിന്റെ മുറ്റത്ത് ഒരു പൈൻമരമുണ്ട്. അതുപോലെ തന്നെ ഉസ് पर हर सुबह बैठकर गाते പക്ഷി, അതായത് ആ ഒരു പൈൻമരത്തിൽ മേലെ എല്ലാ ദിവസവും രാവിലെ പാടാറുള്ള 2 പക്ഷികൾ, അതേപോലെ തന്നെ രാത്രിയും ഉസ് പേട് കി ശാഖാവോ കെ ബീച്ച് സെ, ആ ഒരു മരത്തിന്റെ, ഈ പൈൻ മരത്തിന്റെ ശാഖാവോ കെ ബീച്ച്, ശാഖ എന്ന് പറഞ്ഞാൽ ചില്ലകൾ അല്ലെ, കൊമ്പുകൾ, ആ കൊമ്പുകൾക്കിടയിലൂടെ ദേക്ത കാണുന്ന ചംകീല താര, നല്ല തിളക്കമുള്ള ഒരു താര, നക്ഷത്രം. ഇതിനെ കുറിച്ചൊക്കെ സബി ബഹുത്ത് യാദ് ഹെ, ഇതിനെ കുറിച്ചൊക്കെ ഈ കുട്ടിക്ക് നല്ല ഓർമ്മയുണ്ട്. ദെൻ വഹ് ബുദ്ധിമാൻ ഓർ ബഹുത്ത് ചതുർ ഹെ, വളരെ കൗശലക്കാരനും ബുദ്ധിമാനുമാണ് ഈ കുട്ടി, അതുകൊണ്ടാണ് ഈ വഴിയൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ദെൻ ഉസ്കി ഉമ്മീദ് ഹെ, അവന് ഉറപ്പുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, എന്ത് വഹ് ഉസ് ഭാഷ കെ മാധ്യം സെ, അതായത് അവന് ആ ഭാഷയുടെ മാധ്യമത്തിലൂടെ, അതായത് ഒരു ഭാഷ മനസ്സിലാക്കുന്നതിലൂടെ, ഏത് ഭാഷ, ഉൻകി ദേശ് തക് പഹുഞ്ച് സക്തി ഹെ ജോ ഉസ്കെ പിതാ ഓർ മാം ബോൽത്തെ തെ, അവന്റെ അച്ഛനും അമ്മയും സംസാരിച്ചിരുന്ന, കുട്ടിക്കാലത്ത് പോകുന്നതാണ്, അന്ന് അവന്റെ അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചിരുന്ന ഭാഷ അവനക്ക് ഏകദേശം ഓർമ്മയുണ്ട്. ആ ഭാഷയുള്ള ആളുകൾ സംസാരിക്കുന്ന സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അതിലൂടെ ഞങ്ങളുടെ വീട് കണ്ടെത്താമെന്നുള്ളൊരു വിശ്വാസം അവനുണ്ട്. ദെൻ ഉസ്മേൻ രാസ്തേക്ക് സബി കടി
കഠിനായിയും പാർ കർണേക്ക് ഹിമ്മത്ത് ബി ഹേ. യാത്രയിലെ എല്ലാ കഠിനായും എല്ലാ ബുദ്ധിമുട്ടുകളും മറികടക്കാനുള്ള പാർക്കർണ എന്ന ക്രോസ് ചെയ്യാൻ മറികടക്കാനുള്ള ഒരു ഹിമ്മത്ത് ധൈര്യവും അവനുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിയുടെ അവർ സഹോദരന്റെ എന്തുള്ളത് ക്യാരക്ടർ സ്കെച്ച് ഉള്ളത്. അപ്പൊ എന്തായാലും മക്കൾ ഇത് പഠിക്കാൻ വരാൻ സാധ്യതയുള്ള കേട്ടോ.